സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിട്ടു. LDF സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്നതിനുദാഹരണമാണ് വയനാട് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കിഫ്ബി സഹായത്തോടെ 2134 കോടി രൂപ ചെലവഴിച്ചാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിജി അക്ഷരാർത്ഥത്തിൽ ഉത്സാഹ ലഹരിയിലായിരുന്നു. ഉത്സവാന്തരീക്ഷത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ആനക്കാംപൊയിൽ സെന്റ് മേരീസ് UP സ്കൂളിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ഈ ചടങ്ങ് ധന്യമായി എന്ന് തന്നെ പറയാം. കോഴിക്കോട് ജില്ലയിലെയും വയനാട്ടിലെയും നിരവധിയായ അഭ്യുദയകാംക്ഷികളടക്കമുള്ള ആളുകളാണ് ഈ ചരിത്ര പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ആനക്കാംപൊയിലേക്ക് എത്തിയത്. 50 വർഷം കൊണ്ട് സാധ്യമാകാത്ത പല പദ്ധതികളും കഴിഞ്ഞ 9 വർഷത്തിനിടെ യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിനായി എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കിഫ്ബി ധനസഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2134 കോടി രൂപയുടെ ബൃഹത് പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്കുള്ള യാത്ര എളുപ്പമാകും. വിവിധ മേഖലകളിൽ വ്യവസായ, വാണിജ്യ, ടൂറിസം, അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഈ പദ്ധതി സഹായകരമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിൻ്റെ മാതൃകയായിരിക്കും ഈ തുരങ്കപാത എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. 2016 ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുദിനം, ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ, വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര വാണിജ്യ ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും. അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ സർക്കാരുകളാണ് കഴിഞ്ഞ 2 ടേമായി 9 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാലങ്ങളായി മനുഷ്യർ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ ഇതിനെന്ത് പരിഹാരമെന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മളെല്ലാവരും എത്രയോ കാലമായി ചിന്തിക്കുകയാണ്. അതിൻ്റെ മാറ്റമുണ്ടാകുന്നത് വയനാട്, കോഴിക്കോട് ജില്ലകൾക്ക് മാത്രമല്ല, കേരളത്തിനാകെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കിഫ്ബി ധനസഹായത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഇത്തരത്തിൽ തറക്കല്ലിട്ട് പോവുകയല്ല, പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായ പണം അനുവദിക്കുകയും ചെയ്യുന്ന സർക്കാരാണ്, അത് യാഥാർത്ഥ്യമാക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് ചടങ്ങിൽ സംസാരിച്ച ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. 4710 കോടി രൂപയാണ് നേരത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതിന്റെ പേരിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ കുറച്ചേക്കുന്നത്, പ്ലാനിൽ കുറച്ചേക്കുന്നത്. പിന്നെ ബഡ്ജറ്റിൽ നിന്ന് 14,000 കോടി ഓരോ വർഷവും നമ്മൾ കൊടുക്കും, മറ്റു പണം. അപ്പൊ ഇങ്ങനെ കുറച്ചിട്ടും പിണറായി വിജയൻ സർക്കാർ അവരുടെ പ്രവർത്തനം പുറകോട്ട് പോകുമെന്നാണ് ആരെങ്കിലും കരുതെങ്കിൽ ആ പ്രവർത്തനോട്ട് പുറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ള നിശ്ചയദാർഢ്യം നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വരാൻ പോകുന്ന ഈ ടണൽ. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു, MLA-മാരായ ലിൻഡോ ജോസഫ്, T സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. T സിദ്ദിഖ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നതായാണ് T സിദ്ദിഖ് ഈ ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് എന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയൽ പറയുകയുണ്ടായി. അദ്ദേഹവും ഉൾപ്പെടെയുള്ള സംഘം നേരത്തെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുൻ MLA ജോർജൻ തോമസിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട കാര്യമെല്ലാം ലിൻഡോ ജോസഫും അതേപോലെ തന്നെ റെമജിയോസ് ഇഞ്ചനാനിയലുമെല്ലാം ഈ ചടങ്ങിൽ പറഞ്ഞു. എന്തായാലും വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പദ്ധതിയെ മലയോര ജനത വരവേറ്റിരിക്കുന്നത്. ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേപ്പാടിയിലെത്താവുന്ന പദ്ധതിയാണിത്. 2 കമ്പനികളാണ് ഈ കരാർ എടുത്തിരിക്കുന്നത്. തുരങ്കപാത 8 കിലോമീറ്റർ അധികം വരുന്ന തുരങ്കപാത ഒരു കമ്പനിയും അപ്രോച്ച് റോഡും മേൽപ്പാലങ്ങളും അടക്കമുള്ള റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിന് അത് നിർമ്മാണം ഏറ്റെടുത്തത് മറ്റൊരു കമ്പനിയുമാണ്. ഇത്തരത്തിൽ 2134 കോടി രൂപയുടെ ഒരു ബൃഹത് പദ്ധതിക്കാണ് കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വയനാട്ടിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെയും മറിപ്പുഴയിലും
വരും ദിവസങ്ങളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് ആവശ്യമായ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കും. 4 വർഷം കൊണ്ട് കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം ആനക്കാംപൊയിൽ സമാപിച്ചിരിക്കുന്നത്. ശരി, ലതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.